ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു ഫൺ സീറ്റ്സ് മീ ജൂലിയ. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി നമ്മുടെ ടെലഗ്രാമിലൊക്കെ ഷെയർ ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് തന്നെയാണ് കോണെക്സ്. സോ ഇത് ഓൾറെഡി നിങ്ങൾ കുറച്ച് പേരെങ്കിലും ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരിക്കും. ഇനിയും ചെയ്തു തുടങ്ങാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടെ ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഓൾറെഡി ചെയ്തവർക്കും ഈ ഒരു വീഡിയോ കാണാവുന്നതാണ്. എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. സോ നമുക്ക് ആദ്യം എന്താണ് ഈ ഒരു പ്രൊജക്റ്റ് എന്നുള്ളത് നോക്കിയിട്ട് വരാം. സോ കോണെക്സ് എന്ന് പറയുന്നത് ഒരു AI-യും റോബോട്ടും ചേർന്ന് ഒരു റിയൽ വേൾഡ് എക്കോണമി ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു അഡ്വാൻസ്ഡ് AI പ്ലസ് ബ്ലോക്ക് ചെയിൻ പ്രൊജക്റ്റാണ്. ഇന്ന് റോബോട്ട്സ് ശക്തമായ ഹാർഡ്വെയർസ് ഉള്ളവയാണെങ്കിലും റിയൽ വേൾഡ് ടാസ്കുകളൊക്കെ ഒരുമിച്ച് ചെയ്യാനുള്ള ഇൻ്റലിജൻസും കമ്മ്യൂണിക്കേഷനും കോർഡിനേഷനും ഒന്നും ഇല്ലാത്തതാണ് ഇവരുടെ പ്രധാന പ്രശ്നം. സോ കോണെക്സ് ഇതിനൊരു പരിഹാരമായിട്ടാണ് ഓരോ റോബോട്ടിനെയും ഒരു ഡീസെൻട്രലൈസ്ഡ് റോബോട്ടിക് AI നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്തിട്ട് യൂസേഴ്സ് നൽകുന്ന ടാസ്കുകളൊക്കെ സബ്മിറ്റ് ചെയ്യുമ്പോൾ അത് റോബോട്ട്സ് തമ്മിൽ സ്മാർട്ട് കോൺട്രാക്റ്റ് സൈൻ ഇൻ ചെയ്ത് ആവശ്യമായ AI മോഡൽസ് റിക്വസ്റ്റ് ചെയ്ത് പരസ്പരം കൊളാബറേറ്റ് ചെയ്ത് ജോലി പൂർത്തിയാക്കുകയാണ് ചെയ്യുന്നത്. സോ ജോലി ചെയ്യുന്നതിൻ്റെ പ്രൂഫും സെൻസർ ലോഗ്സ് വെരിഫിക്കേഷൻസ് ഇവയെല്ലാം ലെഡ്ജറിലേക്ക് എഴുതപ്പെടും. ശേഷം റിവാർഡ്സ് സ്റ്റേബിൾ കോയിൻസ് വഴി ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതുമായിരിക്കും. സോ ഇതിലൂടെ റോബോട്ട്സ് മനുഷ്യരെ പോലെ തന്നെ ട്രസ്റ്റും അഗ്രിമെൻറ്റ്സും പേയ്മെൻറ്റ്സും എല്ലാം ഒരുമിച്ച് കോംപ്ലക്സ് ടാസ്ക് സോൾവ് ചെയ്യാൻ കഴിയുന്ന ഒരു സിസ്റ്റമാണ്. സോ ഇപ്പോൾ നിലവിൽ ഈ ഒരു പ്രൊജക്റ്റ് ഏർലി സ്റ്റേജിലാണ്. സോ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ട് തുടങ്ങാവുന്നതാണ്. AI പ്ലസ് റോബോട്ടിക്സ് പ്ലസ് ക്രിപ്റ്റോ എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് ഫ്യൂച്ചറിൽ വലിയ സാധ്യതയുള്ളൊരു മേഖലയാണെന്ന് തന്നെ ഞാൻ പറയും എൻ്റെ ഒരു അഭിപ്രായത്തിൽ. സോ അത് എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പ്രോജക്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതെന്നും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യരുത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ ഒട്ടും താമസിപ്പിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി എയർ ഡ്രോപ്പ് സൈറ്റിലേക്ക് കയറുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. സോ ആദ്യം നിങ്ങൾ നിങ്ങളുടെ വാലറ്റ് കണക്ട് ചെയ്യണം. മെറ്റാമാസ്കോ OKXോ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ കൊടുത്തിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ. സോ വാലറ്റ് കണക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ പ്രൊഫൈൽ കാണാനായിട്ട് സാധിക്കും. സോ പ്രൊഫൈൽ എടുക്കുക. പ്രൊഫൈൽ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ എഡിറ്റ് പ്രൊഫൈൽ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം. സോ അവിടെ നിങ്ങൾ ആ ഒരു ഓപ്ഷൻ എടുക്കുക. ഒരു ഓപ്ഷൻ എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ എബൌട്ട് കൊടുക്കാനുള്ളത് കാണും. സോ നിങ്ങൾ നിങ്ങളുടെ പേര് ജസ്റ്റ് പേരും ലൊക്കേഷൻ എബൌട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ അക്കൗണ്ട്സ് ആൻഡ് വാലറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷനുണ്ട്. സോ അതുകൂടെ എടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ട്സും വാലറ്റ്സ് എല്ലാം തന്നെ കണക്ട് ചെയ്യുക. ട്വിറ്റർ, ഡിസ്കോഡ്, ടെലഗ്രാം, അതുപോലെ തന്നെ ടിക്ടോക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ കണക്ട് ചെയ്യണം. ടിക്ടോക്ക് ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇമെയിൽ ID. അതിൻ്റെ താഴെയായിട്ട് നിങ്ങളുടെ മെയിൽ ID കൂടെ നിങ്ങൾ കണക്ട് ചെയ്യണം. അപ്പോൾ ഇത്രയും കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ സേവ് ചേഞ്ചസ് എന്നുള്ള ഓപ്ഷനോട് കൊടുക്കാം. ഓക്കെ. ഇനി നമുക്ക് ഇതിനകത്തുള്ള ടാസ്കുകളെല്ലാം തന്നെ നമുക്ക് ചെയ്യണം. സോ ഓരോന്നായിട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ട്വിറ്റർ കണക്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. നമ്മളത് ഓൾറെഡി ചെയ്തിട്ടുള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ക്ലെയിം ചെയ്താൽ മാത്രം മതി. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ടാസ്കുകളെല്ലാം തന്നെ അപ്പോൾ അൺലോക്ക് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഓരോ ടാസ്കുകളും ശ്രദ്ധിച്ച് ചെയ്യുക. ഈസി ടാസ്കുകളൊക്കെ കുറേ ഉണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ തനിയെ അങ്ങ് ചെയ്തിരുന്നാൽ മതി. ഡിസ്കോഡ് കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ അവരുടെ ട്വിറ്റർ പേജ് ഫോളോ ചെയ്യുക. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ ചെയ്യുക. പിന്നെ ഇതിനകത്ത് പറയാനുള്ളത് പറഞ്ഞാൽ ട്രെയിൻ റോബോട്ട്സ് എന്ന് പറഞ്ഞ വേറൊരു ടാസ്ക് ഉണ്ട്. അത് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ അവിടെ സൈൻ അപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. ജസ്റ്റ് അത് കൊടുക്കുക. അപ്പോൾ അത് ഇങ്ങനെ ഒരു പേജിലേക്കായിരിക്കും നിങ്ങൾ വരിക. ഇവിടെ നിങ്ങൾക്ക് ക്ലീൻ അപ്പ് ദ ഗസ്റ്റ് റൂം എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം. ഇവിടെ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് കാണാം. അവിടെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ക്ലീൻ അപ്പ് ദ കിച്ചൺ, അതേപോലെ പ്രിപ്പയർ ഗ്രോസറീസ്, സെറ്റപ്പ് ദ ടേബിൾ, ഇതിലേത് വേണേലും നിങ്ങൾക്ക് കൊടുക്കാം. യാതൊരു കുഴപ്പമില്ല. നമ്മൾ ജസ്റ്റ് റോബോട്ടിനെ കൊണ്ട് ആ ഒരു ജോലി നമ്മൾ ചെയ്യിക്കുകയാണ്. നമുക്ക് ക്ലീൻ അപ്പ് ദ ഗസ്റ്റ് റൂം എന്നുള്ള ഫസ്റ്റ് ഇത് തന്നെ നമുക്ക് കൊടുക്കാം. ദെൻ നിങ്ങൾ വേറെ ഒന്നും അവിടെ കൊടുക്കേണ്ട, സബ്മിറ്റ് മാത്രം ചെയ്തിരുന്നാൽ മതി. സോ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ ഒരു റോബോട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുന്നതായിട്ട് കാണാം. ജസ്റ്റ് ക്ലീൻ ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് കാണാം. സോ റോബോട്ട് അവിടെ പണിയെടുക്കട്ടെ. നമുക്ക് താഴെ അവിടെ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞ സെക്ഷൻ കാണാം. സോ അവിടെ നിങ്ങൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് കൊടുക്കണം. എന്താണ് വർക്ക് ചെയ്തത് അല്ലെങ്കിൽ എന്താണ് വർക്ക് ചെയ്യാത്തത് എന്നുള്ള, അതായത് റോബോട്ടിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അങ്ങനെ എന്ന രീതിയിലാണ് അവർ ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഒരു ഫീഡ്ബാക്ക് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ദെൻ അതിൻ്റെ താഴെ വാലറ്റ് എന്നും മെയിലെന്നും പറഞ്ഞിട്ട് 2 ഓപ്ഷൻ ഉണ്ട്. സോ ഇവിടെ നിങ്ങളുടെ വാലറ്റ് ID അഡ്രസ്സ് കൊടുക്കണം. അതേപോലെ തന്നെ മെയിൽ ID കൂടെ നിങ്ങളിവിടെ കൊടുക്കണം. സോ കോണെക്സ് കണക്ട് ചെയ്ത വാലറ്റ് വേണം നിങ്ങൾ കൊടുക്കാനായിട്ട്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ദെൻ സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ. അപ്പോൾ സബ്മിറ്റ് കൊടുത്തിരുന്നാൽ മതി. അതിൻ്റെ പോയിന്റ്സ് ആഡ് ആയിക്കോളും.
ഇത്രയേ ഉള്ളൂ ഈ ഒരു ടാസ്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് തിരിച്ച് കോൺനെക്സിൻ്റെ എയർ ഡ്രോപ്പ് സൈറ്റിലേക്ക് തന്നെ പോകാം. അപ്പോൾ ഇവിടെ ഇനിയും നമുക്ക് ടാസ്കുകളുണ്ട്. താഴേക്ക് വരുമ്പോഴത്തേക്കും പോസ്റ്റ് അബൌട്ട് കോണെക്സ് എന്ന് പറഞ്ഞിട്ടൊരു ടാസ്ക് ഉണ്ട്. നിങ്ങൾ ഡെയിലി ചെയ്യേണ്ട കാര്യമാണ്. സോ ഡെയിലി കോണെക്സിനെ കുറിച്ചിട്ടൊരു പോസ്റ്റ് നിങ്ങൾ തയ്യാറാക്കി നിങ്ങളുടെ ട്വിറ്റർ പേജിൽ പോസ്റ്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഡെയിലി ചെക്ക് ഇൻ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഡെയിലി ചെക്ക് ഇൻ അത് നിങ്ങൾ മറക്കാതെ ചെയ്യുക. പിന്നെ ഉള്ളത് റെഫറലാണ്. നിങ്ങൾക്ക് ഫ്രണ്ട്സിനും ആർക്കെങ്കിലൊക്കെ റെഫർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ റെഫർ ചെയ്യുക. അതിൽ നിന്ന് നിങ്ങൾക്ക് പോയിന്റ്സ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനകത്തെ ടാസ്കുകളെന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. ജസ്റ്റ് നിങ്ങളിപ്പോൾ ചെയ്ത് വിട്ടിരുന്നാൽ മാത്രം മതി. പിന്നെ ചിലത് ഡെയിലി ചെയ്യേണ്ടതായിരിക്കും, ചിലത് വീക്ക്ലി വൺസ് ചെയ്യേണ്ടതായിരിക്കും. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. ദെൻ ഡെയിലി ചെയ്യേണ്ട ടാസ്കുകളൊന്നും തന്നെ നിങ്ങൾ മറക്കാതെ ഡെയിലി ചെയ്യാനായിട്ട് തന്നെ ശ്രമിക്കുക. അപ്പോൾ ഓരോ ടാസ്കുകൾക്കും അതിനനുസരിച്ചിട്ടുള്ള പോയിന്റ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു പോയിന്റ്സ് എല്ലാം തന്നെ നിങ്ങൾ ആ ഒരു ടാസ്കുകൾ സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആഡ് ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാക്സിമം നല്ല രീതിയിൽ ഇതിനകത്ത് പോയിന്റ്സ് നേടാനായിട്ട് ശ്രമിക്കുക. അതാണ് ഇപ്പോൾ നിലവിൽ ഇതിനകത്ത് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ആദ്യം ഒക്കെ സൈറ്റ് കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറിയിട്ടുണ്ട്, എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്, ഓൾ സെറ്റാണ്. സോ നിങ്ങൾ ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് തന്നെ ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഇതിനകത്ത് പറയാനായിട്ട്. കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ ടെലഗ്രാം ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ടെലഗ്രാം ചാനൽ ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് ഡൗട്ട്സുകളും കാര്യങ്ങളും ചോദിക്കാനായിട്ട് നമ്മുടെ ഡിസ്കഷൻ ഗ്രൂപ്പുണ്ട്. ടെലഗ്രാം ഡിസ്കഷൻ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വന്നിട്ട് നിങ്ങളുടെ ഡൗട്ട്സുകളും കാര്യങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല ബൈ ഗായ്സ്.